നമ്മുടെ കൃഷിയിടത്തിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കൃഷിപ്പണികളൊന്നും വലുതായിട്ട് ഇനി നടക്കത്തില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പോത്തുകുട്ടന്മാരെ രാവിലെ കുളിപ്പിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ പുതുതായിട്ട് വാങ്ങിയ പോത്തായിരുന്നു ഇവൻ. അപ്പോൾ ഇവനൊരു പേര് ഞാൻ ആൾക്കാരുടെ അടുത്ത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഒരു പേര് റെക്കമെൻഡ് ചെയ്തായിരുന്നു, വീർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇവന് ഞങ്ങളൊരു പേരിട്ടിട്ടുണ്ട്, വീർ എന്നാണ് കേട്ടോ. വീർ എന്ന് വെച്ചാൽ വീരൻ എന്നാണ് കേട്ടോ. അപ്പോൾ ഇവന്റെ പേര് വീർ എന്ന് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ ഇവരെല്ലാവരും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ, വയലിലിട്ട് തന്നെ. അപ്പുക്കുട്ടൻ ഓൾറെഡി കുളിച്ചിട്ട് പുല്ല് നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പുറത്ത് തന്നെ അച്ഛൻ ഉണ്ണിക്കുട്ടനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി വീറിനെ ഇനി കുളിപ്പിക്കണം കേട്ടോ. വീറൊക്കെ മഴയത്ത് തൊടിക്കാത്തൊക്കെ കിടന്ന് മൊത്തം ശരീരം മൊത്തം തൊളിയായിരുന്നു. ഒരു ഇതൊക്കെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവരെ കുളിപ്പിച്ച് വൃത്തിയാക്കിയിട്ട് ഇനി കരയോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് കെട്ടും കേട്ടോ. വയലിലൊക്കെ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് വയലിൽ കെട്ടാൻ പറ്റത്തില്ല. എപ്പോഴാ വെള്ളം അധികമായിട്ട് കയറുന്നത് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ കരയിലോട്ടാണ് ഇന്ന് കെട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ ഓൾറെഡി ഉണ്ണിക്കുട്ടനെ കുളിപ്പിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ വീറിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. ഇവിടുത്തെ കാലാവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല മഴയാണ് കേട്ടോ. ഒരു 3 ദിവസമായിട്ട് നല്ല സൂപ്പർ മഴയാണ് ഈ കൊല്ലം ജില്ലയിൽ. ഈ പോത്ത് വളർത്താനൊക്കെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ. കാരണം പോത്തൊക്കെ എപ്പോഴും ഈ വെള്ളവും തണുപ്പൊക്കെയാണ് അതിനിഷ്ടം. വീറിനാണെങ്കിൽ ഒട്ടും കുളിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. അവനെ നമ്മൾ നിർബന്ധിച്ചാണ് കുളിപ്പിക്കുന്നത്. അവനെ ഇടിക്കാൻ വരുന്നുണ്ട്. അപ്പൊ ഇതുപോലെ അവരുടെ ബ്രഷ് ഇതാണ് കേട്ടോ, ഈ പുല്ല് വെച്ചിട്ടാണ് ഈ പോത്തിനെയൊക്കെ ഇങ്ങനെ തേച്ച് കുളിപ്പിക്കുന്നത് കേട്ടോ. ഇങ്ങനെയുള്ള കുളി അവർക്ക് നല്ലതാണ് ഒരു ആരോഗ്യത്തിന്. കാരണം അവർ പെട്ടെന്ന് വളരാനൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊക്കെ, ബ്ലഡ് സർക്കുലേഷൻ കേട്ടോ, ഒരു മിസ്റ്റേക്ക് വന്നു, ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇത് നല്ലതാണ് കേട്ടോ ഇങ്ങനെയുള്ളൊരു കുളി. ജസ്റ്റ് നമ്മൾ തൊലിയൊക്കെ പുറത്തുള്ള തേച്ച് കളയുക. കാരണം രാത്രി തൊലിയിൽ കിടന്നുകൊണ്ടാണ് പിന്നെ പുറമൊക്കെ അഴുക്കായിട്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പോഴത്തേക്ക് നല്ല മഴയും കൂടെ പെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നല്ല കറുപ്പ് കളറാകും കേട്ടോ. ഞങ്ങൾ ഇന്ന് ഈ പോത്തുംകുട്ടനെ കുളിപ്പിച്ചിട്ട് വൈകിട്ട് കൊണ്ട് കെട്ടും കേട്ടോ. ഇവന്റെ പേര് വീർ എന്നാണ് കേട്ടോ. അപ്പം നമ്മുടെ ആ ഒരു സബ്സ്ക്രൈബർ ആ പേര് റെക്കമെൻഡ് ചെയ്ത ആ സബ്സ്ക്രൈബിന് ഒരുപാട് നന്ദി കേട്ടോ. നല്ലൊരു പേരായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഇവന് ഒരു പേര് ഇട്ടിട്ടുണ്ട്, വീർ എന്നാണ് കേട്ടോ ഇവന്റെ പേര്. അല്ല, ഉണ്ണിക്കുട്ടനൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്യുകയാണ് കേട്ടോ. ആ മഴ വെള്ളത്തിനകത്ത് കിടന്ന് അവന്മാർ കിടന്ന് മറിയാണ്. പിന്നെ ഒരാൾ ഓടിക്കളഞ്ഞു കേട്ടോ. അച്ഛൻ ദൂവ് പോകണുണ്ടോ, ദൂവ് അങ്ങ് നിൽക്കുന്നവനാണ് കേട്ടോ. ഉണ്ടോ, ഇത് അപ്പുക്കുട്ടനാണ്. അപ്പുക്കുട്ടൻ അന്ന് ഞാൻ പറഞ്ഞു അപ്പുക്കുട്ടൻ ഒരു അഹങ്കാരിയാണെന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവൻ ഓടി. ഞാൻ അച്ഛൻ അവനെ ഫോളോ ചെയ്തിട്ട് പിടിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. പാവം, നല്ല വെള്ളമുണ്ട്. ആ വെള്ളം 1 കിലോമീറ്ററോളം ഓടിയിട്ട് അവൻ അപ്പുക്കുട്ടനെ പിടിച്ചിട്ട് അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ. എവിടെ പോയച്ചവൻ? അതിൻ്റെ അടുത്ത് പോയ ഇവൻ വലിയ പ്രശ്നക്കാരനാണ് കേട്ടോ. രാവിലെ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മോർ ഓവർ ഒരു നല്ലൊരു പ്ലസന്റ്ഫുൾ ഡേ ആയിരിക്കും ഇതിങ്ങനെയൊക്കെ ഒരു കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ. നമ്മൾ തന്നെ ഹാപ്പി ആക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ മൃഗങ്ങളും അതുപോലെ തന്നെ ഈ ചെടികളും അടക്കമുള്ള ഓരോ ദിവസങ്ങളും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.